എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ചില്ലി പോർക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അധികം വഴട്ടലും ഒന്നുമില്ലാത്ത വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് പോർക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. 350 ഗ്രാം പോർക്കാണ് ഉള്ളത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയോ എരിവുള്ളതോ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഗരം മസാലയുടെ റെസിപ്പി നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് പൊടിച്ച നല്ല മണമുള്ള ഗരം മസാലയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി കൂടിയും ചേർക്കാം. നമ്മൾ പോർക്കായാലും ബീഫായാലും വേവിക്കുമ്പോൾ കുരുമുളകും മഞ്ഞളും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെന്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നമ്മൾ ഒരു പിടി ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ പകുതി നമുക്കിതിലേക്ക് ഇപ്പോൾ ചേർക്കാം. ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. നമ്മളിതൊരു ചില്ലി പോർക്കാണ്, അപ്പം പച്ചമുളക് വേണം. 3-4 നിങ്ങൾക്ക് കീറിയിട്ട് ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില. നാടൻ രീതിയിലും കൂടെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർക്കാം. 2 ടീസ്പൂണോളം നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ട് നമുക്കിത് വേവിക്കാം. വേവിക്കാൻ നേരത്ത് വെള്ളമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പോർക്കിൽ നല്ലതായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഒരു 3 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പ്രഷറൊക്കെ പോയി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക. നമ്മളിവിടെ ഡ്രൈ ആയിട്ടാണ് ചില്ലി പോർക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ടൊന്ന് വറ്റിച്ച് എടുക്കാം. ഇടയ്ക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി നോക്കുക. അതുപോലെ തന്നെ പോർക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വേവിക്കേണ്ടതാണ്. പോർക്ക് നന്നായിട്ട് വേവിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും കുക്ക് ചെയ്യേണ്ടത്. നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പകുതി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റി എടുക്കണം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മളിതൊരു നാടൻ സ്റ്റൈലിലും കൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പോർക്ക് നമ്മൾ സാധാരണ ചില്ലി ചിക്കൻ അങ്ങനെ ചെയ്യുമ്പോൾ കോൺഫ്ലോറിലൊക്കെ മുക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആ രീതിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതി. അങ്ങനെയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുഴുങ്ങിയിട്ട് ഫ്രൈ ചെയ്തും ചെയ്യാവുന്നതാണ്. പോർക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഒരു സവാള സ്ക്വയർ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സവാളയും ക്യാപ്സിക്കും ഒക്കെ നമ്മളിതിലേക്ക് ചേർക്കുമ്പോൾ അതങ്ങ് ഒരുപാട് കുക്കായി പോരുത്. എന്നാൽ ആവശ്യത്തിന് കുക്കാകുകയും വേണം. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമ്മൾ കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി ക്യാപ്സിക്കം. പിന്നെ നമ്മൾ ചേർത്തത് സോയ സോസാണ്. 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും ചില്ലി സോസും കൂടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി പോർക്ക് ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ കൂടി ഒന്ന് വിതറി കൊടുക്കാം. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ സമയത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചില്ലി പോർക്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇത് എല്ലാവരും ക്രിസ്മസിനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു പോർക്ക് വരട്ടിയതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് നാളെ കാണാം. നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കേക്കിൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.